കേരളത്തിൽ 3 മണ്ഡലങ്ങളിലെങ്കിലും താമര വിരിയും എന്നാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് അടക്കമുള്ള സർവേ ഫലങ്ങൾ പറയുന്നത്. 1 മുതൽ 3 വരെ സീറ്റുകളിൽ BJPക്ക് കേരളത്തിൽ വിജയം നേടാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം 3 മണ്ഡലങ്ങൾ, ഒന്ന് തൃശൂർ, മറ്റൊന്ന് തിരുവനന്തപുരം, മൂന്നാമത്തത് ആറ്റിങ്ങൽ. എന്താണ് തൃശ്ശൂരിൽ സംഭവിക്കുക എന്നത് നമ്മൾ ഇന്നലെ പരിശോധിച്ചു. ഞാൻ ഒരിക്കൽ കൂടി ഡാറ്റാ ബോർഡിലെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇനി നമ്മൾ പോകുന്നത് നമ്മളുടെ ഡാറ്റാ ബോർഡിലേക്കാണ്. ഡാറ്റാ ബോർഡിൽ തിരുവനന്തപുരത്തുള്ള എങ്ങനെയാണ് ഫലസൂചനകൾ മാറി മറിഞ്ഞത്, എത്രത്തോളം വോട്ടിന്റെ സിംഗായിരിക്കും BJPക്ക് വിജയിക്കാൻ, രാജീവ് ചന്ദ്രശേഖരന് വിജയിക്കാൻ തിരുവനന്തപുരത്ത് വേണ്ടത് നമുക്കൊന്ന് പരിശോധിക്കാം. വെൽക്കം ടു ദി റിപ്പോർട്ടർ ഡാറ്റാ ബോർഡ്. റിപ്പോർട്ടിന്റെ ഡാറ്റാ ബോർഡിലേക്ക് എത്തിയാൽ 2009 NDA 30.74% 2019 ആകുമ്പോഴേക്കും NDAയുടെ വോട്ട് വിഹിതം, ക്ഷമിക്കണം, NDAയുടെ 11% NDAയുടെ വോട്ട് വിഹിതം 2009 മുതൽ 2019 വരെയുള്ള 10 വർഷം കൊണ്ട് വളർന്നിരിക്കുന്നതിന്റെ ഗ്രാഫാണ് പ്രേക്ഷകർ കാണുന്നത്. 31% വളരുന്നു. 2014 32% എന്ന കണക്ക് NDAക്ക് ആവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ഏറെക്കുറെ സാച്ചുറേറ്റഡ് പോയിന്റിലാണ് തിരുവനന്തപുരത്ത് നിൽക്കുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, തിരുവനന്തപുരം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ BJPയുടെ വോട്ട് എന്ന് പറയുന്നത് ഓൺ ആൻ ആവറേജ് 2014 മുതൽ 30% മുകളിൽ ലോക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. 32-31%, 32-ൽ നിന്നും 31% ആയിട്ട് മാറിയിരിക്കുന്നു. അതായത് ഒരു കോൺസ്റ്റൻസി നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് മുന്നണികളുടെ കാര്യത്തിലാണ് തിരുവനന്തപുരത്ത്. ഒന്ന്, NDA 2014 മുതൽ 2019 വരെ 32.32% നിന്ന് 1% മാത്രം ഡിപ്പേ ഉണ്ടാവുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ 30%, 30%ഓളം NDAക്ക് ഒരു വോട്ട് ബേസ് തിരുവനന്തപുരത്തുണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാം. ദാറ്റ് ഈസ് ദ അസംഷൻ നമ്പർ 1. അങ്ങനെയാണെങ്കിൽ LDFന്റെ നോക്കൂ, 28.5% നിന്ന് 25% കുറഞ്ഞിരിക്കുന്നു. ആ 25% എന്ന് പറയുന്നത് ഒരു ബേസ് ലൈനായിട്ട് എടുത്താൽ, 27% ഒരു ബേസ് ലൈനായിട്ട് എടുത്താൽ രണ്ടാം സ്ഥാനത്ത് അപ്പോഴും NDA തന്നെയാണ്. പ്രധാനപ്പെട്ട വോട്ട് ഷിഫ്റ്റ് ഉണ്ടാകേണ്ടത് 41% ശശി തരൂർ നേടിയ UDFന്റെ വോട്ടിൽ നിന്ന് 31% NDA എന്ന കണക്കിലേക്ക് എങ്ങനെയാണ് വോട്ട് ഷിഫ്റ്റ് ഉണ്ടാവുക എന്നതാണ്. അഥവാ UDFൽ നിന്നുള്ള ഒഴുക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെയാണ് വോട്ട് ഷിഫ്റ്റ് ചെയ്യുക? 41.19% നിന്ന് 31.33% കണക്കിലേക്ക് എങ്ങനെ വോട്ട് ഷിഫ്റ്റ് ചെയ്യുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്ന് പറഞ്ഞാൽ 10% ഗ്യാപ്പ് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിൽ 2019 റിസൾട്ടിനെ അടിസ്ഥാനമാക്കി പറഞ്ഞാലുണ്ട്. ഈ 10% മറികടക്കണമെങ്കിൽ മൈ പോയിന്റ് ഈസ് ദിസ്, MV നികേഷ് കുമാർ, സുജയ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 10% ഡിഫറൻസ് മറികടക്കാൻ 6% വോട്ട് മാത്രം നേടിയാൽ മതി എന്നുള്ളതാണ്. സോ arithmetics is very clear, number is very clear. BJPയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 10% ആണ് 2019. ആ 10%ൽ NDAക്ക് ഒരു വിജയം നേടണമെങ്കിൽ UDFന്റെ ക്യാമ്പിൽ നിന്ന് 5% വോട്ട് ഇറങ്ങുകയും NDA ആ വോട്ടുകൾ സ്വന്തമാക്കുകയും ചെയ്താൽ 6% ഡിഫറൻസ് ഉണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് വിജയം സാധ്യമാവും. 6% എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 60,000 മുതൽ 70,000 വരെ വോട്ടുകൾ സ്വിങ് ചെയ്താൽ തിരുവനന്തപുരത്ത് വിജയം സാധ്യമാകുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ആ 10% സ്വിങ് ആയിരിക്കാം ഒരു പക്ഷേ മൊത്തം 12% വോട്ട് വിഹിതത്തിൽ വർധനമുണ്ടാകുമെന്ന ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം പറയുന്നത്. അതായത് ആൻഡ്രോ, തിരുവനന്തപുരത്ത് NDAക്ക് വിജയം അസാധ്യമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവിടെ 6% സ്വിങ് ഉണ്ടായാൽ പോലും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു കയറും. നിലവിലുള്ള സാഹചര്യത്തിൽ അതുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അല്ല, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സി ദിവാകരൻ പിടിച്ച വോട്ട് 2.9% കുറവാണ്. ആ 2.9% കുറവ് ഇപ്രാവശ്യം പന്ന്യൻ രവീന്ദ്രൻ തിരിച്ചു പിടിക്കുകയാണെങ്കിൽ അത്രയും ഡിഫറൻസ് അവിടെ തന്നെ വന്നു. കുമ്മനം രാജശേഖരൻ 2014-2019 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1.2% കുറയുകയാണ് ചെയ്തത്. അതിപ്രാവശ്യം രാജീവ് ചന്ദ്രശേഖർ തിരിച്ചു പിടിക്കുകയാണെങ്കിലും ആ പറയുന്ന വ്യത്യാസം വന്നു എന്നുള്ളതാണ്. അപ്പോൾ 2-3% ഡിഫറൻസ് ഇവർ തമ്മിലുള്ള മാർജിനിൽ തന്നെയുണ്ട്. അങ്ങനെ പിന്നെ അഡീഷണൽ വേണ്ടത് ഈ ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്ന് 3% കുറഞ്ഞാൽ മാത്രം മതി. മൊത്തം 6% വരിക എന്ന് പറയുന്നത് ശശി തരൂരിന് 7.10% കഴിഞ്ഞ പ്രാവശ്യം കൂടുതലാണ് കിട്ടിയത്. 2014 അപേക്ഷിച്ച് 2019 കൂടുതലാണ് കിട്ടിയത്. അവിടുന്ന് ഒരു 3%, 4% കുറവ് വന്നാലോ, ഈ പറഞ്ഞ സി ദിവാകരൻ്റെ വോട്ട് ശതമാനം ഈ പന്ന്യൻ രവീന്ദ്രൻ തിരിച്ചു പിടിച്ചാലോ ഈ പറയുന്ന വ്യത്യാസങ്ങൾ അവിടെ കറക്റ്റായിട്ട് സംഭവിക്കും എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം. ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരിൽ അത് വലിയ അധികം പെർസെൻറ്റേജ് കൂടുതൽ പിടിക്കേണ്ട കാര്യമില്ല. ഇവർ 2% കുറഞ്ഞാൽ തന്നെ
ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുമെന്നുള്ളത്, ചെറിയ മാർജിനെങ്കിലും ജയിക്കുമെന്നുള്ളതാണ്. അവിടെയാണ് MV നികേഷ് കുമാർ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കിടക്കുന്നത്. തിരുവനന്തപുരത്ത് ഈ 6% ഷിഫ്റ്റ് ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും LC കമ്മ്യൂണിറ്റിയുടെ വോട്ടില്ലാതെ കഴിയില്ല. ആ LC കമ്മ്യൂണിറ്റിയുടെ വോട്ട് അവസാന നിമിഷം രാജീവ് ചന്ദ്രശേഖരനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമോ? കാരണം തിരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഉടനീളം തന്നെ LC കമ്മ്യൂണിറ്റി എടുത്തിരിക്കുന്ന നിലപാട്, അവരുടെ ഫണ്ടുകളടക്കം കേന്ദ്ര സർക്കാർ പിടിച്ചു വെച്ചിരിക്കുന്നതിനെതിരെ അവരുടെ അതിരൂപത എടുത്തിരിക്കുന്ന നിലപാട്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതിനെ അതിജീവിച്ചുകൊണ്ട് ഈ 6% വോട്ടുകൾ തിരുവനന്തപുരത്ത് BJPക്ക് ആർജിക്കാൻ സാധിക്കുമെന്ന് ഈ ഘട്ടത്തിൽ കരുതുക സാധ്യമാണ്? തീർച്ചയായുമല്ല. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരിയാണ്, രാജീവ് ചന്ദ്രശേഖർ BJPയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സ്ഥാനാർത്ഥിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മാത്രമല്ല അവസാന ഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് ജയിക്കാനാകുമെന്നുള്ള ഒരു തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനും തമ്മിലുള്ള മത്സരം എന്നായിരുന്നു നമ്മൾ ആദ്യം കണക്കാക്കിയിരുന്നതെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് പന്ന്യൻ രവീന്ദ്രനെ മറികടക്കാൻ വരെ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെയും വിലയിരുത്തൽ. പക്ഷേ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള വോട്ടുകൾ സമാഹരിക്കാൻ സാധിക്കില്ല. കാരണം രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിലുള്ള പണം സ്വാഭാവികമായും വോട്ടായി കൺവേർട്ട് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ രാജീവ് ചന്ദ്രശേഖരൻ്റെ ടീമിനുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മാത്രമല്ല അവിടുത്തെ ഒരു എലീറ്റ് ക്ലാസ്സിന്, പ്രത്യേകിച്ച് നഗരമേഖലകളിലുള്ള ഒരു എലീറ്റ് ക്ലാസ്സിന് രാജീവ് ചന്ദ്രശേഖർ MP ആയി വന്നാൽ, ഈ ശശി തരൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ശശി തരൂരിനെ തിരുവനന്തപുരം വിശ്വസിച്ചിരുന്നു. ആ നിലയിൽ ശശി തരൂർ തിരുവനന്തപുരത്തിന് ശശി തരൂരിൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തെ ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് ഒന്നും ചെയ്തിട്ടില്ല. ആ മണ്ഡലത്തിൽ ശശി തരൂർ എന്ന് പറയുന്ന MP അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഭാഷാപ്രയോഗം കൊണ്ട് ശ്രദ്ധ നേടി യുവ വോട്ടർമാരെ ആകർഷിച്ചു 1-2 തെരഞ്ഞെടുപ്പുകളിൽ എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ശശി തരൂരിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ശശി തരൂരിന് ആത്മാർത്ഥത കുറവുണ്ട് എന്നുള്ള പ്രശ്നം കോൺഗ്രസ്സുകാർ തന്നെ ഉന്നയിക്കേണ്ടത്. ആ ഘട്ടത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ എമർജ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അവിടെ രാജീവ് ചന്ദ്രശേഖർ ഒരു ശക്തിയായി എമർജ് ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് ശശി തരൂരിൻ്റെ കഴിവില്ലായ്മയാണ്. ഒരു MP എന്നുള്ള നിലയിലുള്ള ശശി തരൂരിൻ്റെ കഴിവില്ലായ്മയാണ് എന്ന് എനിക്ക് പറയേണ്ടി വരികയാണ്. ഏതായാലും ആ നിലയിൽ എമർജ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ, പക്ഷേ ശശി തരൂരിനെ മറികടക്കാനുള്ള ഒരു വോട്ട് ഷെയർ ലാറ്റിൻ കത്തോലിക് വിഭാഗങ്ങളിൽ നിന്നില്ല, പൊളിറ്റിക്കലായി ലാറ്റിൻ കത്തോലിക്, അതാണ് ഞാൻ ഇന്നലെ മുതൽ കൺസിസ്റ്റൻ്റായി പറയുന്നത്. ശരിയാണ്, ചില വോട്ടുകളിലേക്ക് എത്താൻ ശശി തരൂരിന് രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും പൊളിറ്റിക്കലായിട്ടുള്ള ലാറ്റിൻ വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരന് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഷിഫ്റ്റ് ലാറ്റിൻ വോട്ടുകൾ BJPയിലേക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തെ സാഹചര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും ഇടത് സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോകുന്നൊരു സാഹചര്യം കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ എപ്പോഴും അവസാന ഘട്ടത്തിൽ ഇടത് വോട്ടുകൾ ജയിക്കുന്ന UDF സ്ഥാനാർത്ഥിക്ക് കൊടുക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നു. അങ്ങനെ തരൂരിന് 2 തെരഞ്ഞെടുപ്പുകളിലും കൃത്യമായി LDF വോട്ടുകൾ ഉച്ചയ്ക്ക് ശേഷം കൃത്യമായി പോൾ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യം ഇത്തവണ മാറിയിട്ടുണ്ട്. 50,000-ഓളം വോട്ടുകൾ അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടും LDFിൻ്റെ വോട്ടുകൾ, CPMൻ്റെ വോട്ടുകൾ കൃത്യമായിട്ടും തരൂരിന് കിട്ടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഇത്തവണ മാറുന്നു എന്ന് പറയുമ്പോൾ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അവിടെ ഉണ്ടായിരുന്നു. നേരത്തെ MV നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തരൂരിന് അവിടുത്തെ ഇലക്ഷന് തൊട്ട് മുമ്പ് പോലും ഈ ജനങ്ങളുമായി ബന്ധമില്ലാതെ നിൽക്കുന്ന ഒരു നേതാവ് എന്നൊരു പ്രതിച്ഛായുണ്ട്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന ചില പ്രതികരണങ്ങൾ പെട്ടെന്ന് ജനശ്രദ്ധ ആകർഷിക്കുന്ന ചില പ്രതികരണങ്ങൾ നടത്തുമെന്നല്ലാതെ അങ്ങനെ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു പ്രവർത്തനം, അവിടുത്തെ പ്രാദേശികമായ നേതാക്കളുമായിട്ടുള്ളൊരു ബന്ധം, ഇതൊന്നും ഉണ്ടായിരുന്നില്ല തരൂരിന് എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്ന ഒരു വിഷയമായിട്ട് നിൽക്കുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഘടകം. പിന്നെ ഇപ്പോൾ പറയുന്ന പോലെ ഇത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാവുകയാണെങ്കിൽ കേരള രാഷ്ട്രീയം തന്നെ മാറുകയാണെന്ന് യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയം മാറുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പൂർത്തിയാക്കട്ടെ. രാഷ്ട്രീയം മാറുന്നു എന്ന് പറയുമ്പോൾ ഈ UDFിൽ നിന്നുള്ള വോട്ടുകളാണ് മുഴുവൻ രാജീവ് ചന്ദ്രശേഖറിലേക്ക് പോയതെന്ന് വിചാരിക്കരുത്. ഇടത് വോട്ടുകളും മാറുന്നു. അങ്ങനെയെങ്കിൽ കേരളം എന്നുള്ളത് കൃത്യമായി രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ നിന്ന് കേരളം മാറുന്നു എന്നുള്ളതാണ്. കാരണം BJPക്ക് രാഷ്ട്രീയമുണ്ട്, പക്ഷേ BJP ഇവിടെ എത്രത്തോളം കൃത്യമായി രാഷ്ട്രീയം പറയുന്നുണ്ട്, അങ്ങനെ രാഷ്ട്രീയം പറയുന്ന എത്രത്തോളം നേതാക്കളുണ്ട്, അങ്ങനെയുള്ളൊരു സ്വാധീനമാണോ എന്നുള്ളൊരു സംശയം അവിടെ നിൽക്കുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പണത്തിന്റെ ഒഴുക്ക് എന്നുള്ളൊരു ആരോപണം യഥാർത്ഥത്തിൽ ഉയർന്നിരുന്നു. വലിയ രീതിയിൽ പണത്തിന്റെ ഒഴുക്ക് പ്രചാരണത്തിലുണ്ടായിരുന്നു. ഞാൻ വേറെ രീതിയിൽ പറയുന്നില്ല, പ്രചാരണത്തിൽ പണത്തിനായിരുന്നു എന്നുള്ള ആരോപണം അവിടെ ഉയരുന്നുണ്ട്. അത് എത്രത്തോളം പ്രതിഫലിച്ചു എന്നുള്ള കാണേണ്ടതുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് വോട്ട് നേടിയിട്ടുള്ളത്. അങ്ങനെ രാഷ്ട്രീയം
വേണ്ടതില്ല വോട്ട് ചെയ്യാൻ എന്നതിലേക്ക് കേരളം മാറി എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ വരുന്നു. ഒറ്റ കാര്യം പറഞ്ഞിട്ട് ഉണ്ണി സാർ, അതിനുള്ള ഒരു ഡയറക്റ്റ് ഒരു റിപ്ലൈ കൊടുക്കാനുണ്ട്. അതായത് കേരളത്തിൽ BJP കൃത്യമായി വോട്ട് ഉയർത്തുകയാണെങ്കിൽ അതിൽ രാഷ്ട്രീയമില്ല എന്നുള്ളതിനോട് യോജിക്കാൻ കഴിയില്ല. ഇവിടെ BJP ആയാലും CPIM ആയാലും CPI ആയാലും കേരള കോൺഗ്രസ് M ആയാലും അവരെല്ലാം കോൺഗ്രസിനെ പോലെ തന്നെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കൃത്യമായി അവരുടെ രാഷ്ട്രീയം എന്താണ്, അവരുടെ ഐഡിയോളജി, അത് കൃത്യമായി പറഞ്ഞുകൊണ്ട് ഓരോ വിഷയത്തിലും നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് 20 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. അതിൽ BJPക്ക് ഒരു എഡ്ജ് ഒരു എക്സിറ്റ് പോളിൽ വരുമ്പോൾ രാഷ്ട്രീയം മറന്ന് കേരളത്തിലെ മലയാളികൾ വോട്ട് ചെയ്തു എന്നുള്ള നിരീക്ഷണത്തോട് യോജിക്കാൻ കഴിയില്ല. രാഷ്ട്രീയം പറഞ്ഞാണ് അത് ഇപ്പോൾ സാധ്യത കൽപ്പിക്കപ്പെടുന്ന രാജീവ് ചന്ദ്രശേഖർ ആയാലും തൃശ്ശൂരിലെ സുരേഷ് ഗോപി ആയാലും ആറ്റിങ്ങലിലെ V മുരളീധരൻ ആയാലും ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രൻ ആയാലും പത്തനംതിട്ടയിലെ അനിൽ ആന്റണി ആയാലും എല്ലാവരും രാഷ്ട്രീയം പറഞ്ഞ് തന്നെയാണ് വോട്ട് ചോദിച്ചിരിക്കുന്നത്. അതിൽ പണം ഒഴുക്കി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അങ്ങനെയൊരു ആരോപണം ഈ ഘട്ടത്തിൽ, അതും എക്സിറ്റ് പോൾ ഫലങ്ങൾ മാത്രമാണ്. ഞാൻ പറഞ്ഞത് പ്രചാരണ ഘട്ടത്തിൽ ഒരു ആരോപണമാണ് എന്ന് പറഞ്ഞത്. ഈ പ്രചാരണ വേളയിൽ പണം ഒഴുക്കിയെന്നുള്ള ആരോപണം ഉയർന്നത് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനെതിരെയാണ്. പണവുമായി പോകുന്നില്ല. തരൂർ പറഞ്ഞിട്ടുണ്ട്. പറയട്ടെ, ഈ പണവുമായി പോയ വാഹനം എന്നത് വെച്ചുകൊണ്ട് എന്തിനാണ് ബിജു? ഞാൻ പറയുന്നത് പണം കൊടുത്ത് വോട്ട് വാങ്ങി എന്നല്ല സുജയ. പ്രചാരണത്തിൽ പണം ഒഴുക്കി കേരളത്തിലേക്ക് ഒടുക്കാൻ കൊണ്ടുവന്ന ഒരു 50 കോടി പിടിച്ചതും കഴിഞ്ഞ നവംബറിൽ വാർത്തയായതാണ്. ആയിക്കോട്ടെ, ഞാൻ തിരുവനന്തപുരത്തിലെ ഇപ്പോൾ പറയുന്നത്. ഈ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, 2014 തിരുവനന്തപുരത്ത് നടന്ന മത്സരത്തിലാണ് ശശി തരൂർ ഏറ്റവും വലിയ ഫൈറ്റ് നേരിട്ടത്. അത് ഒ രാജഗോപാലുമായിട്ടായിരുന്നു. അന്ന് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ആരാണ്? ബെനറ്റ് എബ്രഹാമാണ്. 2019 സി ദിവാകരനായിരുന്നു CPIയുടെ സ്ഥാനാർത്ഥി. ചുരുക്കത്തിൽ 2014 2019 ഒരു 3 കോർണേഡ് ഫൈറ്റ് തിരുവനന്തപുരത്ത് നടന്നു എന്ന് പറയാൻ കഴിയില്ല. ഒരർത്ഥത്തിൽ BJPയും കോൺഗ്രസും തമ്മിലാണ് 14 19 അവിടെ ഏറ്റുമുട്ടിയത്. എന്നാൽ ഇപ്രാവശ്യം വളരെ ശക്തനായൊരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഇടതുപക്ഷം രംഗത്തിറക്കിയത്. അത് പന്ന്യൻ രവീന്ദ്രനാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ശക്തമായ ത്രികോണ മത്സരം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇനി നേരത്തെ സ്മൃതി പറഞ്ഞ പ്രശ്നം, അതായത് ദുർബലനായൊരു സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷത്തിൻ്റെതായിട്ട് വരുന്നതെങ്കിൽ BJPക്ക് ഒരു മേൽക്കൈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തിരുവനന്തപുരത്ത് സെക്കുലറായ വോട്ടർമാർ വിചാരിച്ചാൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ വിചാരിച്ചാൽ, അവർ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിശ്ചയമായും ശശി തരൂരിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. അത് ഇടതുപക്ഷ ചിന്താഗതിയുള്ളവർ പോലും അങ്ങനെ ചെയ്യും. കാരണം BJP ആണ് അവിടെ വിജയിച്ചു വരാൻ പോകുന്നതെന്നൊരു തോന്നലോ പ്രതീതിയോ ഉണ്ടായാൽ അങ്ങനെ ഒരു നിലപാടാണ് അവരെടുക്കുക. 2024 അങ്ങനൊരു സാഹചര്യമില്ല. പന്ന്യൻ രവീന്ദ്രൻ വളരെ സ്ട്രോങ് ആയ ഒരു കാൻഡിഡേറ്റാണ്. അദ്ദേഹം ഇതിനു മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് MP ആയിട്ട് വിജയിച്ചിട്ടുള്ള ആളാണ്. സ്വാഭാവികമായും ശക്തമായൊരു ഫൈറ്റ് നടക്കുമ്പോൾ അവിടെ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അത് ഏതാണ്ട് ഒരു 24% വരും ഈ പറയുന്ന തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിലെ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യൻസിൻ്റെയും വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അതിൽ ഭിന്നിപ്പുണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് സ്വാഭാവികമായിട്ടും ലഭിക്കുക BJPയുടെ ഒരു കാൻഡിഡേറ്റിനാണ്. അതുകൊണ്ട് കൂടിയാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ ഈ തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ ഒരു മേൽക്കൈ ഉണ്ടാകാമെന്ന് പറയുന്നത്. കാരണം ഇവിടെ ഈ പറഞ്ഞ ഇന്ത്യ മുന്നണിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് പന്ന്യൻ രവീന്ദ്രനും ശശി തരൂരും ഉൾപ്പെട്ട ഇന്ത്യ മുന്നണിക്ക് പോകേണ്ട വോട്ടിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ അഡ്വാൻറ്റേജ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുക രാജീവ് ചന്ദ്രശേഖരനാണ്. അങ്ങനെ ഒരു യുക്തി അതിനകത്തുണ്ട്. അല്ല, ഇതിനകത്തൊരു കാര്യം എന്താ പറയുക, ഇപ്പോൾ ഉണ്ണിബാലകൃഷ്ണൻ പോലെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ 2019 ഇലക്ഷനിൽ എല്ലാ സീറ്റുകളിലേക്കും, എല്ലാ മണ്ഡലങ്ങളിലേക്കും, കഴക്കൂട്ടം, പിന്നെ വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല, കോവളം, നെയ്യാറ്റുകര, എല്ലാ മണ്ഡലങ്ങളിലും ആരാണ്? പിന്നെ ശശി തരൂരാണ് മുന്നിൽ. പക്ഷേ 2014 ഇലക്ഷനിൽ 3 സ്ഥലത്ത് ഒ രാജഗോപാലാണ്. കഴക്കൂട്ടത്ത് ഒ രാജഗോപാലാണ്, വട്ടിയൂർക്കാവ് ഒ രാജഗോപാലാണ്, തിരുവനന്തപുരത്ത് ഒ രാജഗോപാലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യമുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, 2ാം സ്ഥാനത്ത് വരുന്നത് കഴിഞ്ഞ 2014 ഉണ്ടായിരുന്നത് 2ാം സ്ഥാനത്ത് വരുന്നത് ഈ 3 മണ്ഡലങ്ങളിലും കുമ്മനം രാജശേഖരനായിരുന്നു. എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ മണ്ഡലങ്ങളാണ്? കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം. ഈ 3 മണ്ഡലങ്ങളിൽ തിരിച്ച് രാജീവ് ചന്ദ്രശേഖരൻ ഈ 3 മണ്ഡലങ്ങളിൽ തിരിച്ച് 1ാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞ ട്രെൻഡ് എല്ലാം മാറും. എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ പ്രാവശ്യം ശശി തരൂരിന് 35%, അതുപോലെ തന്നെ ഇവിടെ കഴക്കൂട്ടത്ത്, വട്ടിയൂർക്കാവിൽ 39%, തിരുവനന്തപുരത്ത് 43%. ഇതായിരുന്നു ഈ റേഞ്ചിലേക്ക് ആ ട്രെൻഡ് മാറി. അതാണ് ഏറ്റവും കൂടുതൽ BJPക്ക് വോട്ട് കിട്ടിക്കൊണ്ടിരുന്ന 3 മണ്ഡലങ്ങൾ. ആ 3 മണ്ഡലങ്ങളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ ട്രെൻഡ് വളരെയധികം മാറും. BJPക്ക് അനുകൂലമായിരിക്കും ട്രെൻഡ്. ആൻഡ് നോക്കൂ, ഈ ഡാറ്റ ബോർഡിൽ പറയുന്ന രസകരമായ ഒരു കണക്കുണ്ട്. 2009 മുതൽ 2014 വരെയുള്ള വോട്ട് ഷിഫ്റ്റ് നമ്മളൊന്ന് നോക്കുമ്പോൾ 2009 44% ഉണ്ടായിരുന്ന UDF
34% ഡിപ്പ് ചെയ്യുന്നത് കാണാം. അത് 2009 മുതൽ 2014 വരെ 10% കുറവ് UDF ഉണ്ടാവുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടിവാണ്. 10% ഇടിവാണ്. ആ ഗെയിൻ ഉണ്ടാക്കുന്നത് ആരാണെന്ന് നോക്കൂ. BJP 11% നിന്ന് 32%, ഏകദേശം 21% വളർച്ച സ്വന്തമാക്കുന്നു. അഥവാ UDF-ന്റേത് 10% ഇടിയുന്നു, BJP അവിടെ 21% ഗെയിൻ ഉണ്ടാക്കുന്നു. കോറിലേഷൻ ഈസ് വെരി ക്ലിയർ. UDF-ൽ നിന്ന് വോട്ട് കൃത്യമായിട്ടും പോയിരിക്കുന്നത് NDA-യിലേക്കാണ് എന്നത് വളരെ ക്ലിയർ ആണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, 2014 മത്സരത്തിന്റെ പ്രത്യേകത, 3 മുന്നണികളും 34, 32, 28 പരമാവധി വ്യത്യാസം 6% ആണ്. ഏറ്റവും താഴെയുള്ള മൂന്നാമത്തെ മുന്നണിയായ LDF-ഉം രണ്ടാമത് വന്നിരിക്കുന്ന NDA-യും ഒന്നാമതെത്തിയിരിക്കുന്ന ശശി തരൂരും തമ്മിലുള്ള വ്യത്യാസം പരമാവധി വന്നിരിക്കുന്നത് 6% ആണ്. 28 LDF, 34 UDF, 32 NDA. എന്ന് പറഞ്ഞാൽ ഏകദേശം സമാനമായൊരു റിസൾട്ടാണോ നമ്മൾ 2024 പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അവിടെ ശശി തരൂരിന് പകരം ഈ കഴിഞ്ഞ തവണ 31% നേടിയിരിക്കുന്ന NDA കാൻഡിഡേറ്റ് മുകളിലേക്ക് പോവുകയും ശശി തരൂർ 41% നിന്ന് താഴേക്ക് വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും NDA-ക്ക് ഒരു എഡ്ജ് ഉണ്ടാവുകയും NDA 2% പുറത്ത് ശശി തരൂരിന് മേൽ ഒരുപക്ഷെ ഭൂരിപക്ഷം നേടും. അതായത് ഒരു 20,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ശശി തരൂരിനേക്കാൾ രാജീവ് ചന്ദ്രശേഖർ നേടിയാൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അതിലൊരു കാര്യം വളരെ ക്ലിയറാണ്. നേരത്തെ സ്മൃതി ഉണ്ണി ബാലകൃഷ്ണനും സൂചിപ്പിച്ചതുപോലെ ഇത്തവണ പന്നിൻ രവീന്ദ്രനെ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റാത്ത കാൻഡിഡേറ്റ് ആണ്. LDF-ൽ നിന്ന് കാര്യമായ വോട്ടൊഴുക്ക് ശശി തരൂരിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയുക സാധ്യമല്ല. ഞാൻ 3 തവണ തിരുവനന്തപുരം മണ്ഡലത്തിൽ തന്നെ നമ്മളുടെ ചർച്ച സംഘടിപ്പിച്ചിരുന്നതാണ്. അവിടെ വളരെ വാശിയോട് കൂടിയാണ് LDF-ലെ പ്രതിനിധികൾ പങ്കെടുത്തതും ശശി തരൂരിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതായത് LDF-നുള്ള സീറ്റുകൾ, LDF-നുള്ള വോട്ടുകൾ LDF നിലനിർത്തുകയും UDF-ൽ നിന്ന് കഴിഞ്ഞ തവണ ശബരിമല വിഷയത്തിൽ വന്നിരിക്കുന്ന വോട്ടുകൾ തിരിച്ചു പോവുകയും അത് NDA-യിലേക്ക് ഇത്തവണ വീണ്ടും ഒരിക്കൽ കൂടി ശക്തമായിട്ട് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്താൽ സ്വാഭാവികമായും 2% വ്യത്യാസം തിരുവനന്തപുരത്തുണ്ടാവും. നമ്മളുടെ ഡാറ്റ മുഴുവൻ ഈ എക്സിറ്റ് പോളിനെ അധികരിച്ചാണ്. എൻ്റെ റെഫറൻസ് പോയിന്റ് 2014 2014 എടുത്തു കഴിഞ്ഞാൽ ആ 2014 റിസൾട്ട് നേരെ ഉൾട്ടയാവുന്നു, നേരെ തിരിഞ്ഞു വരുന്നു. അവിടെ 2% ആനുകൂല്യം ശശി തരൂരിനുണ്ടായത് ഇത്തവണ രാജീവ് ചന്ദ്രശേഖരന് കിട്ടുന്നു. ദാറ്റ്സ് മൈ പോയിന്റ് ആൻഡ് അല്ല, ഒരു കാര്യം, അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുമ്മനം രാജശേഖരൻ ഉണ്ടായിരുന്ന ജനസമ്മതി ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനനുസരിച്ചിരിക്കും ഈ പറഞ്ഞ ട്രെൻഡുകൾ. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം മണ്ഡലങ്ങളാണ് BJP-ക്ക് ട്രെൻഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ കുമ്മനം രാജശേഖരൻ ഉണ്ടായിരുന്നിട്ടുള്ള അത്രയും തന്നെ ജനസമ്മതി രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടോ എന്നുള്ളതിലാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നതെന്ന് ഞാൻ പറയുന്നത്. ജനസമ്മതിയല്ല ഇപ്പൊ ഘടകമാകുന്നത്. അല്ല, അങ്ങനെ പറയുന്നില്ല. നമ്മളിപ്പോ എക്സിറ്റ് ആണ് സ്മൃതി പറ്റിക്കാട് ചർച്ച ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ റിസൾട്ട് അല്ല. നമ്മൾ കണക്ക് എങ്ങനെ സെറ്റ് ചെയ്യും? നമ്മൾ നോക്കുന്നത് എങ്ങനെ? 2014 ഇലക്ഷനും 2019 ഇലക്ഷനും തമ്മിലുള്ള താരതമ്യമാണ്. 2019 O രാജഗോപാലാണ്, 2014 2019 കുമ്മനം രാജശേഖരനുള്ള ജനസമ്മതി എന്ന് പറയുന്നതേ അത് അങ്ങനെ എടുക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ 2014 O രാജഗോപാൽ കേവലം 2% വോട്ടിന്റെ ഡിഫറൻസിലാണ് ശശി തരൂർ ജയിക്കുന്നത്, അല്ലെ? 2% വ്യത്യാസം, 2% താഴെയാണ് O രാജഗോപാൽ 2014 വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത്. എത്രയാണ് ഭൂരിപക്ഷം? 20,000 താഴെ, അല്ലേ? അല്ല, 11,000 12,000 കണ്ടാണ് അന്നത്തെ ശശി തരൂരിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. കുമ്മനം രാജശേഖരൻ അതിനുശേഷം മത്സരിക്കുമ്പോൾ 11% പിന്നിൽ പോവുക ചെയ്യുന്നത്, താഴത്തേക്ക് പോവുക ചെയ്യുന്നത്. കുമ്മനം അല്ലാതെ 2019 കുമ്മനം രാജശേഖരൻ അല്ലേ മത്സരിക്കുന്നത്? 2019 കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്ന സമയത്ത് 1.2% കുറവേ ഉണ്ടായിട്ടുള്ളൂ. 2019 1 ലക്ഷത്തിനടുത്ത് 99,000 ഭൂരിപക്ഷമുണ്ട്. O രാജഗോപാലും കുമ്മനം രാജശേഖരനും തമ്മിലുള്ള വോട്ട് ഷെയറിലുള്ള കുറവ് എന്ന് പറയുന്നത് 1.2% ഉള്ളൂ. അപ്പൊ സമ്മതിയിൽ പറയുന്നത് അതായത് കുമ്മനം രാജശേഖരൻ 2ാം സ്ഥാനത്ത് 2019 കുമ്മനം രാജശേഖരൻ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുമ്പോൾ ശശി തരൂരിന്റെ മാർജിൻ കുമ്മനം രാജശേഖരനുമായി ബന്ധപ്പെട്ട് 11%. അങ്ങനെ വരുമ്പോൾ 1 ലക്ഷത്തിനടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വരുന്നു. അതേസമയം രാജഗോപാലും പിന്നെ ശശി തരൂരും തമ്മിലുള്ള വ്യത്യാസം കേവലം 2% താഴെയായിരുന്നു. അപ്പോൾ O രാജഗോപാൽ യാതൊരു സംശയവും വേണ്ട ഏറ്റവും ശരിയാണ്.